തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പൊതുവെ പ്രാദേശിക വിഷയങ്ങൾക്കാണ് പ്രാധാന്യം. പ്രാദേശികമായി സ്വാധീനമുള്ള സ്ഥാനാർത്ഥികൾക്കാണ് പ്രാധാന്യം. പക്ഷേ ഇക്കുറി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ മാനങ്ങൾ ഒരുപാടുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം കുതിച്ചു കയറണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. UDFനെ സംബന്ധിച്ചിടത്തോളം LDF കോട്ടകൾ തകർക്കണം തെരഞ്ഞെടുപ്പിൽ. BJPയെ സംബന്ധിച്ചിടത്തോളം ബദൽ രാഷ്ട്രീയം ഉയർത്തണം കേരളത്തിൽ. മൂന്ന് മുന്നണികളും ബ്രഹ്മാസ്ത്രങ്ങളുമായാണ് എത്തിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. ഇതിനു മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇത്രയും രാഷ്ട്രീയ മാനം വന്നിട്ടില്ല. ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് മൂന്ന് മുന്നണികൾ അങ്കത്തട്ടിൽ ഇറങ്ങുന്നു. ഏറ്റവും പ്രധാനം UDFന്റെ പ്രചരണ ആയുധമാണ്. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമായിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ പിണറായി വിജയൻ ക്ഷേമ പെൻഷനും മറ്റും കൂട്ടിയതോടുകൂടി ഭരണവിരുദ്ധ വികാരം എന്നത് പൊള്ളയായി മാറി. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഇല്ലാതായി. ഇവിടെ UDF ആയുധമാക്കാൻ പോകുന്നത് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയും ആശാ വർക്കർമാരുടെ സമരവും ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചകളും ഒക്കെയാണ്, ആരോഗ്യമന്ത്രിയുടെ വീഴ്ചകളും ഒക്കെയാണ്. അതുമാത്രമാണ് UDFന് പ്രധാന ആയുധമാക്കാനുള്ളത്. അത് അവർ നന്നായി ഈ ഇലക്ഷനിൽ പ്രചരിപ്പിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇതിനെ ഇടതുപക്ഷം തടയുന്നത് പിണറായി വിജയൻ നടത്തിയ പ്രകടന പത്രികയാണ്. പിണറായി വിജയൻ ശക്തമായ പ്രകടന പത്രികയാണ്, ശക്തമായ വാഗ്ദാനങ്ങളടങ്ങിയ പ്രകടന പത്രികയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അത് വെറും പ്രകടന പത്രികയല്ല, അത് സാധ്യമാക്കി കഴിഞ്ഞു പിണറായി സർക്കാർ. ക്ഷേമ പെൻഷൻ 2000 രൂപ ആക്കിയത് തന്നെ വളരെ ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു. ക്ഷേമ പെൻഷൻ 2000 രൂപ ആക്കിയതിലൂടെ. പിന്നെ തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് 1600 രൂപ കൊടുക്കാനുള്ള തീരുമാനം. BPL കാർഡുള്ള സ്ത്രീകൾക്ക്, യെല്ലോയും പിങ്കും കാർഡുള്ള സ്ത്രീകൾക്ക്, വിദ്യാർത്ഥികൾക്ക് 1000 രൂപ കൊടുക്കാനുള്ള തീരുമാനം. കൊച്ചു കേരളത്തിൽ ഇത്രയും വലിയ വികസന തീരുമാനങ്ങൾ എടുക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. അത് മുഖ്യമന്ത്രി തരണം ചെയ്തിരിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാകും, പിണറായി വിജയൻ്റെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാകും LDF UDFനെ പ്രതിരോധിക്കുക. അവർക്ക് അതിനൊരുപാട് ഘടകങ്ങളും ഉണ്ട്. UDFലെ തമ്മിൽ തല്ലൊക്കെ അവർ പ്രചരണ വിഷയമാക്കി മാറ്റും. BJP ആകട്ടെ വികസനത്തിൻ്റെ മോഡൽ കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് മുന്നണികളെയും പ്രതിരോധിക്കുകയാണ്. വികസനത്തിൻ്റെ പുതിയ മോഡൽ കൊണ്ടുവരും എന്നുള്ള വാഗ്ദാനവുമായാണ് BJP ഇറങ്ങുന്നത്. അതിനൊപ്പം അവർ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച വിഷയമാക്കുകയും ചെയ്യും. ഇടതുമുന്നണി ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഇടതുമുന്നണി ഏകദേശം എല്ലായിടങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് അംഗത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷനും തൃശ്ശൂർ കോർപ്പറേഷനും നിലനിർത്തുക എന്നുള്ളത് അവരുടെ അജണ്ടയാണ്, അവരുടെ ആവശ്യമാണ്. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭ നിലനിർത്തണം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദുർബലമായ തിരുവനന്തപുരത്ത് നല്ല പ്രകടനം കാഴ്ചവെക്കണം. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട എറണാകുളം കോർപ്പറേഷൻ പിടിച്ചെടുക്കണം. എന്തായാലും അതിനുള്ള ബ്രഹ്മാസ്ത്രങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ശ്രദ്ധേയം. അതിനുശേഷം പൊട്ടലും ചീറ്റലുമൊക്കെ ഉണ്ടായെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയി ആദ്യഘട്ടത്തിൽ. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ BJPയും CPMും കോൺഗ്രസിനൊപ്പം എത്തിയിരിക്കുന്നു. CPMൻ്റെ കേഡർ വർക്ക് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. CPM തിരുവനന്തപുരം നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. BJP ആകട്ടെ തിരുവനന്തപുരം പിടിച്ചെടുക്കാൻ, തിരുവനന്തപുരവും തൃശ്ശൂരും പിടിച്ചെടുക്കാൻ വല്ലാത്ത ഒരു ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദവും കോഫി വിത്ത് SGയും ഒക്കെ തൃശ്ശൂരിൽ ഗുണം ചെയ്യും എന്നാണ് BJP കരുതുന്നത്. എന്തായാലും 3 പേരും ബ്രഹ്മാസ്ത്രങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ആ ബ്രഹ്മാസ്ത്രങ്ങളുടെ ഒരു പ്രത്യേകത, ഭരണവിരുദ്ധ തരംഗം എന്ന ആരോപണം ഉന്നയിക്കാൻ ഇനി UDFന് കഴിയില്ല.
പകരം ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയും ആരോഗ്യരംഗത്തെ വീഴ്ചകളും ആരോഗ്യരംഗത്തുണ്ടാകുന്ന വിവാദങ്ങളും ഒക്കെ UDF ഉയർത്തിക്കൊണ്ട് വരും. പിന്നെ ആശാ വർക്കേഴ്സിന്റെ സമരം, അതിനെ വികസനത്തിന്റെ നാൾവഴികളിലൂടെ LDF പ്രതിരോധിക്കും. ബദൽ വികസനവുമായി BJPയും എത്തും. എന്തായാലും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരു മോഡൽ എക്സാമായി മാറിയിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു മോഡൽ എക്സാം.